നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, 2025 അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നായിട്ടുള്ള ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് എന്നിവയിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമപരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നത്. നിങ്ങൾ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ 2026 പിറക്കുമ്പോൾ നിങ്ങളുടെ പല സാമ്പത്തിക ഇടപാടുകളും സ്തംഭിച്ചേക്കാം. പാൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് 2025 കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുകയാണ്. CBDT പുറത്തിറക്കിയ ചട്ടങ്ങൾ പ്രകാരം 2025 ഡിസംബർ 31-നകം തന്നെ ലിങ്കിങ് പൂർത്തിയാക്കാത്ത പാൻ കാർഡുകൾ 2026 ജനുവരി 1 മുതൽ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും. പാൻ കാർഡ് പ്രവർത്തനരഹിതമായി കഴിഞ്ഞാൽ ITR ഫയൽ ചെയ്യുന്നത് തടസ്സപ്പെടും എന്ന് മാത്രമല്ല, നികുതി റീഫണ്ട് ലഭിക്കുന്നതിലും TDS കണക്കാക്കുന്നതിലുമൊക്കെ തന്നെ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. കൂടാതെ പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ഇനി ആധാർ അധിഷ്ഠിത പരിശോധന നിർബന്ധമാണ്. ഇനി അതുപോലെ തന്നെ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ, അത് 2025 പ്രകാരം ചില സുപ്രധാന മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 2023 ഒക്ടോബർ 1-ന് ശേഷം ജനിച്ചവർക്ക് പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ ജനനത്തീയതി തെളിയിക്കുന്ന ഏക രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കും. ഇതിനു മുൻപ് ജനിച്ചവർക്ക് പഴയതുപോലെ തന്നെ SSLC ബുക്കോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഇനി മുതൽ പാസ്പോർട്ടിൻ്റെ അവസാന പേജിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് അച്ചടിക്കില്ല. അതിന് പകരമായിട്ട് വിവരങ്ങൾ എൻകോഡ് ചെയ്ത ഒരു ഡിജിറ്റൽ ബാർകോഡ് ആയിരിക്കും ഉണ്ടാവുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 9-10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നുണ്ട്. നിലവിൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSP മുഖാന്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാത്തവർക്കും അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമായിട്ട് പ്രത്യേക രജിസ്ട്രേഷൻ സൗകര്യം ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഗ്രാൻസ് പോർട്ടൽ വഴിയാണ് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത്. 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ അപേക്ഷകൾക്കായിട്ട് പോർട്ടൽ ലഭ്യമാക്കുന്നതാണ്. സോ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതിനോടകം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ തന്നെ സ്കോളർഷിപ്പുകൾക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിലേക്ക് വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ മറ്റ് സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവർക്ക് മാത്രമേ ഈ പോർട്ടൽ വഴി അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം 8-ാം ക്ലാസ് വരെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനാൽ തന്നെ മുൻപ് 1-ാം ക്ലാസ് മുതൽ നൽകിയിരുന്ന ഈ സ്കോളർഷിപ്പ് ഇപ്പോൾ ഹൈസ്കൂൾ തലങ്ങളിലെ, അതായത് 9-10 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അപേക്ഷാ നടപടികളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതും കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് സമയബന്ധിതമായി തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള വാട്ടർ അതോറിറ്റി BPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് ജനുവരി 1 മുതൽ 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. പ്രതിമാസം 15 കിലോ ലിറ്റർ 15,000 ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള BPL കാറ്റഗറിയിലൊക്കെ തന്നെ ഉൾപ്പെടുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം അനുവദിക്കുന്നത്. 2026 BPL ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ പുതുതായിട്ട് ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷ നൽകേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2026 ജനുവരി 31-ന് മുൻപായിട്ട് തന്നെ ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ, പ്രത്യേകിച്ചും വിധവാ പെൻഷനും അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനും ഒക്കെ തന്നെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ, അവരെ സംബന്ധിച്ച് അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ 30 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ടവർ അവർ തങ്ങൾ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അത് നിർബന്ധമായിട്ട് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ആദ്യം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾ വില്ലേജ് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ച് സാക്ഷ്യപത്രം കൈപ്പറ്റണം. ഈ ഒരു സാക്ഷ്യപത്രവും അതോടൊപ്പം തന്നെ ആധാർ കാർഡിൻ്റെ പകർപ്പും ചേർത്ത് ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ നേരിട്ട് കൈമാറുകയാണ് ചെയ്യേണ്ടത്. ഇതിന് പുറമെയായിട്ട് സേവന പോർട്ടലിലെ വിവരങ്ങൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളവരും ഒട്ടും വൈകാതെ തന്നെ അത് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്.
2026 ജനുവരി 31 വരെയാണ് ഈ രേഖകൾ സമർപ്പിക്കാനായിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത്. പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതിന് ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. സേവനയിൽ നിലവിൽ അവരുടെ വിവരങ്ങളൊക്കെ തന്നെ അപ്ഡേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ യാതൊരു മടിയും കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് അത് അപേക്ഷ വെച്ച് ആ ഡോക്യുമെൻ്റ് നിങ്ങൾ കൈപ്പറ്റി അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഡിസംബർ മാസത്തിലെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ ഇനി കേവലം നമുക്കറിയാം 4-5 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. സോ എല്ലാ കാർഡ് ഉടമകളും നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ അതും ഈ മാസത്തെ വിഹിതങ്ങൾ കൃത്യമായി വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വൻ വിലക്കുറവുമായിട്ട് സപ്ലൈകോയുടെ ക്രിസ്തുമസ് ന്യൂ ഇയർ ചന്തകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഡിസംബർ മാസം 31 വരെയാണ് ഈ ചന്തകളൊക്കെ തന്നെ പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും സപ്ലൈകോയുടെ ഒരു പ്രധാന വിൽപ്പനശാലയിൽ ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്തുമസ് പുതുവത്സര ചന്തയിൽ 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ തന്നെ 5 മുതൽ 50% വരെയൊക്കെ തന്നെ വിലക്കുറവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 20 കിലോഗ്രാം അരി 25 രൂപയ്ക്ക് ഫെയറുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. 500 രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്കാണെങ്കിൽ 1 കിലോ ശബരി ഉപ്പ് അത് 1 രൂപയ്ക്ക് നൽകുന്നതാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുകൊണ്ട് സാന്റ ഓഫർ എന്ന പേരിൽ 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. കേക്ക്, പഞ്ചസാര, തേയില, പായസം മിക്സ്, ശബരി, അപ്പം പൊടി, മസാലകൾ എന്നിവയൊക്കെ അടങ്ങിയ 667 രൂപയുടെ 12 ഇനം കിറ്റ് 500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സപ്ലൈകോയുടെ പെട്രോൾ പമ്പുകളിൽ നിന്നും 250 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും 1000 രൂപയ്ക്ക് മുകളിൽ ഇന്ധനം നിറയ്ക്കുന്ന മറ്റ് വാഹനങ്ങൾക്കും കൂപ്പണുകളും ലഭിക്കുന്നതാണ്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങളൊക്കെ തന്നെ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പണുകൾ ഉപയോഗിച്ചാൽ 50 രൂപ വരെ നിങ്ങൾക്ക് ഇളവ് നേടാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ തുടർച്ചയായിട്ടുള്ള 6ാം ദിവസവും വൻ വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഡിസംബർ 26 തീയതി ഇന്നലെ പവന് 560 രൂപ വർദ്ധിച്ച് 1,02,680 രൂപയിലും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 12,835 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഈ മാസത്തെ ഇതുവരെയുള്ള ഏറ്റവും സ്വർണ്ണനിരക്ക് രേഖപ്പെടുത്തിയത് ഇന്നലെയാണ്. ഡിസംബർ 23-നാണ് പവൻ വില 1 ലക്ഷം കടന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.